നാട്ടിൽ എന്ത് കല്യാണം നടത്തിയാലും എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, എന്നെ വിളിക്കരുത്, എന്നെ വിളിക്കരുത്. നിങ്ങളെ നിക്കാഹ് ഞാൻ ചെയ്തിട്ടില്ല, പരാതി ഒന്നും എനിക്കുണ്ടാവില്ല. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും നിക്കാഹിച്ചോളൂ, ഏതെങ്കിലും തങ്ങളോ ഔലിയെ ഏതെങ്കിലും ഒലിയപ്പാപ്പയോ മൂലപ്പാപ്പോ ആരെങ്കിലും ചെയ്തോളൂ. എനിക്ക് അതിൽ ഒരു പരാതിയില്ല. ഞാൻ ആരോടും ആ പരാതി പറയില്ല. നിങ്ങൾ എന്നെ നിക്കാഹിന് വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല, ഞാൻ ആരോടും പറയില്ല. പിന്നെ നിങ്ങളെ കണ്ട സലാം പറയാക്കൊരു സലാമൊക്കെ ഞാൻ പറയും. നിങ്ങൾ വെച്ചാലൊക്കെ വന്ന് മയ്യത്ത് നിസ്കരിക്കും. ദയവ് ചെയ്തിട്ട് എന്നെ വിളിക്കരുത്. കാരണം പറഞ്ഞാൽ കേൾക്കൂല, നമ്മുടെ സമൂഹം പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ നമ്മൾ വിളിച്ചിട്ട് വഷളാണെന്തിനാ? നമ്മൾ പോകണ്ടല്ലോ. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ ഞാൻ പങ്കെടുത്തിട്ടില്ല, ഞാൻ അറിയില്ല റബ്ബേ, ഞാൻ പങ്കെടുത്തിട്ടില്ല. നമ്മളെ ഈ പറഞ്ഞൊക്കെ വെറുതെ ഒരു കഥയായി മാറൂലേ? മുത്തുനബി നമ്മളോട് വലിയ മഹബത്താന്നൊക്കെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണം, അംഗീകരിക്കാൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കണം. തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തത് എന്താ? ഹറാമാണ് വെറുത്തത്. ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരൊറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം. കഴിയുമോ നിങ്ങൾക്കതിന്? അപ്പോഴേ മുത്തുനബി തങ്ങൾ ഖൽബിലേക്ക് വരൂ. ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരൊറ്റ അന്യപെണ്ണിനോടും ചാറ്റ് ചെയ്യാതെ, സംസാരിക്കാതെ, കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം. ഹറാമാണ് സഹോദരാ, ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ്? ഈ ചെയ്യുന്നത് ഹറാമാണ് എന്നറിയാം, ഈ സംസാരിക്കുന്നത്, ഈ കുശലാന്വേഷണം പറയുന്നത്, കൊഞ്ചിക്കുഴയുന്നത്, ചാറ്റിങ് നടത്തുന്നത്, മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം. അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ നിന്റെ മനസ്സിലെ ഹറാമിനെ പറ്റി നിസ്സാരവൽക്കരിച്ചു. ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു. ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ? നീ മുർത്തദ്ദാണ്, ദീനിന്റെ പടിയിൽ നിന്ന് നീ പുറത്താണ്. മുർത്തദ്ദിന്റെ സങ്കേതം സ്വർഗമല്ല, നരകാഗ്നിയാണ്. മുർത്തദ്ദായവർ കിടക്കുന്ന നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് കല്യാണമാണെങ്കിലും ശരി, സൽക്കാരമാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷനാണെങ്കിലും ശരി, റബ്ബ് തആല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല, പാടില്ല. അങ്ങനത്തെ ഒരൊറ്റ വിഷയവും പാടില്ല.